നമസ്കാരം. ഇത് സഹൃദയ വായനശാല കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലം പഴക്കം ചെന്ന ഒരു വായനശാലയാണ് സഹൃദയ വായനശാല. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പഞ്ചായത്തിൻ്റെ ഒരു തീരുമാനമാണ് പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി സുന്ദരമായൊരു വായനശാല പണി കഴിപ്പിക്കുക എന്നുള്ളത്. പഞ്ചായത്തിൻ്റെ തനത് വരുമാനമായ 2,57,00,000 രൂപ മുടക്കിയാണ് ഈ വായനശാല കാഞ്ഞിരപ്പള്ളിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും സുന്ദരമായ രീതിയിൽ, ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ ഉദ്ഘാടനം കഴിഞ്ഞു എങ്കിലും അത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല. എന്താണ് കാരണമെന്ന് അന്നത്തെ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സഖാവ് KR തങ്കപ്പൻ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് സഹൃദയ വായനശാല തുറന്നു കൊടുക്കാൻ താമസം നേരിടുന്നതെന്ന് അദ്ദേഹം നമ്മളോട് വിശദീകരിക്കും. നമസ്കാരം. നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സഹൃദയ വായനശാലയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്രശ്നം നിലനിൽക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണം നിലനിൽക്കുമ്പോൾ താങ്കളായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. ആ കാലയളവിലാണ് നമ്മുടെ സഹൃദയ വായനശാലയുടെ നിർമ്മാണവും ഉദ്ഘാടനവും നടന്നത്. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കാലം കുറേയായി. എന്തുകൊണ്ടാണ് അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിക്കാതെ വരുന്നു? ഒരുപാട് പുസ്തകങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും പണി തീർന്ന് പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞെങ്കിലും നല്ല പാർക്കിംഗ് ഗ്രൗണ്ട് ഏരിയ എല്ലാം ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് തുറന്നു കൊടുക്കാൻ സാധിക്കാത്ത? ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി സഹൃദയ വായനശാല കാഞ്ഞിരപ്പള്ളിയുടെ സാംസ്കാരിക രംഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒന്നാണ് സഹൃദയ വായനശാല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒട്ടേറെ വ്യക്തികളുണ്ട്. അവരിൽ ചിലർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ചില ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്. കാലപ്പഴക്കമായി കെട്ടിടം നനഞ്ഞൊലിക്കുന്ന ഒരു സന്ദർഭമാണ് ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ കാണാൻ കഴിഞ്ഞത്. ആ ഭരണസമിതി ആദ്യം എടുത്തൊരു തീരുമാനം, കാഞ്ഞിരപ്പള്ളിയുടെ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഇടമായ സഹൃദയ വായനശാലയ്ക്ക് മനോഹരമായൊരു കെട്ടിടം പണിയണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പഞ്ചായത്തിൻ്റെ തനത് വരുമാനം 2,57,00,000 രൂപയാണ് അതിൻ്റെ അടങ്കൽ തുക. പണി പൂർത്തീകരിച്ചപ്പോൾ അത്രയും എമൗണ്ട് വന്നിട്ടില്ല. അതിൻ്റെ മെഷർമെൻറ്റിൻ്റെ കണക്ക് അങ്ങനെയാണ് ബോധ്യപ്പെടുത്തുന്നത്. പക്ഷേ നമ്മൾ ഉള്ള സ്ഥലം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനോഹരമായൊരു കെട്ടിടം പണിത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകൾ നില നമ്മുടെ വായനശാല പ്രവർത്തന കേന്ദ്രവും താഴത്തെ നില ഷോപ്പിംഗ് മാളായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ കെട്ടിടം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും പഞ്ചായത്ത് ആ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ പണി പൂർത്തീകരിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വന്ന് ഉദ്ഘാടനവും നടത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. കെട്ടിടത്തിൻ്റെ സ്ട്രക്ചറിൻ്റെ പണി ഏതാണ്ട് പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി അവിടെ ചെറിയ ചില പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന്, അവിടെ വെള്ളം എത്തിക്കേണ്ട കാര്യമുണ്ട്. ആ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി അത് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നൊരു മാർഗം, ആ സ്ഥലത്ത് തന്നെ ഒരു കുഴൽക്കിണർ നിർമ്മിച്ചുകൊണ്ട് വെള്ളം അവിടെ നിന്ന് മുകളിലത്തെ നിലയിൽ ടാങ്കി വെച്ച് സംഭരിച്ച് വെള്ളം ആ സ്ഥാപനത്തിലേക്ക് വിതരണം ചെയ്യാൻ പറ്റുന്ന നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ആവശ്യമെങ്കിൽ നമുക്ക് ആ കെട്ടിടം കുറച്ചുകൂടെ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി ഇൻറ്റീരിയൽ വർക്ക് ചെയ്യാം. ഇൻറ്റീരിയൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി അന്നത്തെ എസ്റ്റിമേറ്റിൽ ഇല്ലെങ്കിലും അതിൻ്റെ ബാക്കി പണം ടെൻഡർ സേവിങ്സ് എന്ന് പറയും. ടെൻഡർ സേവിങ്സിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഇൻറ്റീരിയൽ വർക്ക് കൂടെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ വായനശാല കെട്ടിടം എന്ന നിലയിൽ അവിടെ പ്രവർത്തിക്കാൻ കഴിയും. ഈ ചെറിയ ന്യൂനതകൾ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ ആ സന്ദർഭത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഈ ഭരണസമിതി അത്തരം ചില കാര്യങ്ങൾ ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായും പൂർത്തീകരിച്ച് വായനശാലയുടെ പ്രവർത്തനം അവിടെ ആരംഭിക്കുകയും അതിൻ്റെ രണ്ടാമത്തെ നില
വായനശാല കെട്ടിടം എന്ന നിലയിലാണ് പ്രവർത്തിക്കാൻ ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. താഴത്തെ നില PWD റെൻ്റ് നിശ്ചയിച്ച് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കി റേറ്റ് നിശ്ചയിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 1200 സ്ക്വയർ ഫീറ്റ് ഉള്ള മുറികളാണ് താഴെയുള്ളത്. അത് PWD റേറ്റാണ് അതിൻ്റെ വാടക നിശ്ചയിക്കുന്ന തുക എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ മുറിയൂടെ ലേലം ചെയ്ത് കൊടുത്താൽ പഞ്ചായത്തിന് വരുമാനം കിട്ടുകയും ചെയ്യും. മുകളിൽ വായനശാല പ്രവർത്തനം സുഗമമായി നടത്താൻ പറ്റുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ടുപോവുക എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അന്ന് വിഭാവനം ചെയ്ത് പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ 1-2 ചെറിയ പ്രശ്നം കൂടെ പരിഹരിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും തുറന്ന് ആ വായനശാല ജനങ്ങൾക്ക് ഉപയോഗപ്രദമായി തുറന്നു കൊടുക്കുന്നതിന് സാധ്യമാകും. അതിന് ഞങ്ങളുടെ ഭരണസമിതി ആ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും വളരെ ദ്രുതഗതിയിൽ തന്നെ കെട്ടിടം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുന്ന ഭരണസമിതി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത്തരം കാര്യങ്ങളിൽ ഇടപെടും എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇടപെട്ട് അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ജനങ്ങൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടുന്ന തരത്തിലേക്ക് തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെയൊക്കെ നല്ല ഇടപെടലും സഹകരണവും ഈ ഭരണസമിതിയോട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകും.